ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. നമ്മൾ ഇന്ന് ഈ 2 ലേസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഡ്രസ്സിനെ കുറിച്ചൊരു കഥ തന്നെ പറയാനുണ്ട് കേട്ടോ. ഡ്രസ്സ് സിമ്പിളായി ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ. കാരണക്കാർ മറ്റാരുമല്ല കേട്ടോ, എൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ, ഇതുപോലുള്ള സിസ്റ്റേഴ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന്. ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. ഞാനിങ്ങനെ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ സിസ്റ്ററിനൊരാഗ്രഹം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. ആളൊരു ബികോം ഹോൾഡറാണ് കേട്ടോ. സാഹചര്യമാണല്ലോ നമ്മളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. അവളും എന്നെപ്പോലെ ചെറിയ കുട്ടികളായതുകൊണ്ട് ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ആൾക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ അറിയാട്ടോ. എന്നാൽ പിന്നെ എൻ്റെ പിൻഗാമിയാക്കി കൂടെ കൂട്ടാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊരു ടാസ്ക് കൊടുത്തു. എന്താണെന്നല്ലേ, ഒരു കുർത്തി അവളുടെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ആളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ തിരിച്ച് അവളെ എനിക്കൊരു പണി തന്നിട്ട് ആ ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വർക്കിനുള്ള ക്യാഷ് ഒന്നും അവൾ തരില്ല എന്നുള്ള മുൻകൂർ ജാമ്യം ആദ്യം തന്നെ എടുത്തു. അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഷോക്കായെങ്കിലും തിരിച്ച് ഞാനൊരു ഡിമാൻഡ് വെച്ചു. നല്ല പെർഫെക്ഷനോട് കൂടി സ്റ്റിച്ച് ചെയ്താൽ വർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന്. അവളുടെ വാക്ക് പാലിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വാക്ക് പാലിക്കാതിരിക്കാമെന്ന് മോശമല്ലേ, സ്വന്തം സിസ്റ്ററായി പോയില്ലേ. എനിക്കാണെങ്കിൽ അർജൻറ്റായിട്ട് കുറച്ച് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് വർക്കുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള 2 ലേസ് വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് ആണ് നെക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം കട്ട് ബീഡ്സ് കൊണ്ട് സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വർക്ക് ഞാൻ ലേസിലേക്ക് മാറ്റി. നമ്മളിത് ആദ്യം ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചാലും ഞാനിതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഗമ്മിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് എപ്പോഴും അലക്കി യൂസ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം തട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ഒട്ടിച്ചതിനൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗമ്മ് വെച്ച് ഒട്ടിച്ച് പിന്നെ അതിൻ്റെ മേലെ കൂടെ അതുപോലെ ഇങ്ങനെ തുന്നി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന ഡിസൈൻ വേണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തന്നാൽ മതി, നിൻ്റെ സമയത്തിനനുസരിച്ച് എന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ നല്ല മുതലെടുത്തു എന്ന് പറയാം. നമ്മൾ നെക്കിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു വർക്ക് കൊടുക്കുന്നത്, നമ്മൾ കൈയിൻ്റെ 2 എൻഡ് പോർഷനിലും കൂടി ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ലേസിൽ ആ ലേസിൽ നിന്ന് സ്റ്റോൺ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഫൈനൽ ലുക്ക് എന്തായാലും ആൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ്ങിലും വർക്കിലും ക്യാഷ് ഇല്ലാതെ ഒരു കുർത്തി കിട്ടിയതിൽ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. വർക്കെല്ലാം ഫ്രീ ആയി ചെയ്ത് കൊടുത്തോട് കൂടെ ഇനി ഡ്രസ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊരു വാണിങ്ങും കൂടെ കൊടുത്തു കേട്ടോ. ഇതൊരു ശീലമാക്കേണ്ട എന്ന്. എൻ്റെ ബാക്കിയുള്ള 2 സിസ്റ്റേഴ്സിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് കണ്ടാരും അനുകരിക്കാതിരിക്കുക കേട്ടോ. എന്തായാലും ഇനി കിട്ടുന്ന ഓർഡറിലുള്ള സിമ്പിൾ സ്റ്റിച്ചിങ് എല്ലാം അവളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാരണം അവൾക്കൊരു വരുമാന മാർഗ്ഗമാവുകയാണെങ്കിൽ അതല്ലേ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഈ ഒരു ലേസ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.